ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിരിക്കുന്നത് എല്ലാവരും കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സാരിയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് ഡെയിലി വന്നോ എന്ന് ചോദിച്ചിട്ട് എൻക്വയറി ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഫങ്ഷൻസ് വരുന്നു, ക്രിസ്മസ് ആകുമ്പോഴത്തേനും കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്രാവശ്യം നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കണ്ടോ, ഇതേപോലത്തെ ഒരു ബോർഡറും വരുന്നുണ്ട്, ക്രോഷ്യ വരുന്നുണ്ട്. അത് കൂടാതെ കണ്ടോ, നല്ല ഭംഗിയുള്ള ബാദ്ല വർക്കും വന്നിട്ടുള്ള സാരിയാണ്. മിറർ വർക്ക് വരുന്നുണ്ട് ഒറിജിനൽ മിററിൽ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഞാൻ വൺ ലെയറിൽ ഇട്ട് കാണിക്കാം. ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ. കണ്ടോ, നേരിട്ട് കാണാൻ ഇത്രയും കൂടെ ഭംഗിയാണ്. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സൈഡിൽ ഇതേപോലത്തെ ഒരു കുഞ്ഞ് സെറി ബോർഡർ. അപ്പോൾ ഈ പാർട്ടി വെയർ ആയിട്ടും ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. മാത്രമല്ല ഈ ഒരു ഹാൻഡ് ക്രോഷ്യയാണ്, കൈ വെച്ച് ചെയ്തെടുക്കുന്ന ക്രോഷ്യ വർക്കാണ്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രോഷ്യ വർക്കാണ് കേട്ടോ. ആ ഒരു ബോർഡേഴ്സിൽ വരുന്നത് ഇതേപോലെ ഒരു ആപ്ലിക് ക്രോഷ്യം വരുന്നുണ്ട്, ഇതേപോലത്തെ ഒരു ആപ്ലിക് ക്രോഷ്യം വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. അതിങ്ങനെ ഒഴുകി കിടക്കും. ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് ആ ഒരു ടസർ ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത്. ഒരു ടസറും ജോർജറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇങ്ങനെ നല്ല ഭംഗിയിൽ കിടക്കുകയും ചെയ്യും, എന്നങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കില്ല. നല്ലൊരു ക്ലാസ് ലുക്ക് തരും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. കണ്ടോ, പല്ലു ഇത്രയുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ല ഒരു ക്രോഷ്യ വർക്കും മിറർ വർക്കും ഒക്കെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അത് വള്ളയറിലിട്ടാലും ഞൊറിഞ്ഞിട്ടാലും ഒക്കെ സൂപ്പർബായിരിക്കും. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്, ഞാനിത് ഈ ഒരു ബ്ലാക്കിൻ്റെ കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഭംഗി അറിയുന്നുണ്ടെന്ന് അറിയില്ല. ഈ ഒരു ബ്ലൗസും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ബ്ലൗസിൻ്റെയും ഇത് രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഒരു സൈഡിൽ ആ ഒരു ക്രോഷ്യ വർക്ക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്, ഒരു സൈഡിൽ ഇതേപോലത്തെ പ്ലെയിൻ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയായിരിക്കും ഉടുത്ത് വരുമ്പോൾ. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഞൊറിഞ്ഞ് കാണിക്കാം. കണ്ടോ, ഞൊറിഞ്ഞ് കാണിക്കുമ്പോൾ ഇതേപോലെ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഫോള് കണ്ടോ ഫാബ്രിക്കിൻ്റെ, നല്ല രസമാണ്. അത് നമ്മൾ ഉടുത്തിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഭംഗി. ആ ഒരു കണ്ടോ ചെറുതായിട്ടുള്ള ആ ഒരു മിറർ വർക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. ഇതേപോലെ ക്രോഷ്യ ഇവിടെ ആ ഒരു സെറി വരുന്നത് നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെയാണ് സാരി. കണ്ടോ, ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട്. ഞൊറിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇങ്ങനെ കിടക്കും. അപ്പോൾ റേറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം റേറ്റാണ്, 1950 ആണ് കേട്ടോ. 1950 നല്ലൊരു ബ്ലൂ ആണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് അത്രയും ഹ്യൂജ് എൻക്വയറി ഉള്ളൊരു സാരിയാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് വേഗം സോൾഡ് ഔട്ട് ആവുന്ന സാരിയാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ഇതിന് അടിയും പിടിയും ബഹളമായിരുന്നു. കാരണം എന്തായാലും എത്തിച്ചു തരണം എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്ത കളർ കാണാം. റേറ്റ് ഈ വീഡിയോയിലുള്ള എല്ലാ സാരീസിനും സെയിം റേറ്റാണ്, 1950 ആണ്. ഈ സെയിം പാറ്റേൺ ഡിഫറെൻറ്റ് കളേഴ്സാണ് വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇത് സാരി നമ്പർ 2 ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു റെഡാണ്. വീഡിയോയിൽ ഇതിൻ്റെ ഒറിജിനൽ കളറിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത്തിരി കാണുന്നത്. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു റെഡ് ഷെയ്ഡാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറേ പേര് റെഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു റെഡ്. ഇതേപോലെ സാരി വരുന്നത്, അടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതേപോലെയാണ് ആ ഒരു മിറർ വർക്കും ക്രോഷ്യ വർക്കും ഒക്കെ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഓരോ കളറിനനുസരിച്ച് ഈ ഒരു സെറിയുടെ കളറും ഡിഫറൻസ് ആയിട്ട് വരുന്നുണ്ട്. കണ്ടോ, പല്ലു ഇങ്ങനെ ഭയങ്കര ഒരു ഗ്രാൻഡ് പല്ലുവാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതേപോലെ കണ്ടോ. ആ ഒരു സ്ലീവ്സിൽ വെക്കാൻ നല്ല രസമുണ്ട്. ക്രോഷ്യ വർക്ക് വരുന്നതിന് എപ്പോഴും ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. കാരണം അതിൻ്റെ ഒരു ക്ലാസ് ലുക്ക് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഡിമാൻഡ് കേട്ടോ. കണ്ടോ, ഉടുത്ത് വരുമ്പോൾ ഇവിടെയൊക്കെ ആ ഒരു കുഞ്ഞൊരു മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഞൊറിഞ്ഞെടുക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഇപ്പം ഇങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ, കറക്റ്റ് ഞൊറിയൊന്നും അല്ല കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ആ ഞൊറിഞ്ഞ് ഉടുത്ത് കഴിയുമ്പോൾ കണ്ടോ ആ ഒരു ഫോളിങ് ഫാബ്രിക്കിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഇങ്ങനെ വരിക കേട്ടോ. കണ്ടോ, നമുക്ക് ഇവിടെ വരെ ആ ഒരു
ഫ്രണ്ടിലേക്ക് ഇടുന്ന ഭാഗത്ത് ഇവിടെ ബോർഡറിലും ആ ഒരു മിറർ വർക്ക് വരുന്നുണ്ട്. പിന്നെ ലോവർ പോർഷനിൽ എല്ലായിടത്തും വരുന്നുണ്ട് കേട്ടോ. ഞൊറിഞ്ഞെടുത്താലും നല്ല രസമായിരിക്കും. ഇതിൻ്റെ പല്ലു നല്ല ഗ്രാൻഡ് പല്ലു, ആ ഒരു ക്രോഷ്യ വർക്കും നന്നായിട്ട് വന്നിട്ടുണ്ട്, മിറർ വർക്കും അതെ കേട്ടോ. നല്ലൊരു റെഡ് ഷെയ്ഡ്. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ. 1950 ആണ് റേറ്റ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ്, ഭയങ്കര ഇങ്ങനെ കണ്ണിൽ കുത്തണ പോലത്തെ അല്ല, നല്ലൊരു ക്ലാസ് റെഡാണ് കേട്ടോ. അടുത്തത് പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുള്ളൊരു കളറാണ് ഗ്രീൻ. ക്രിസ്മസിന് റെഡും ഗ്രീനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിന് ആപ്റ്റായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഇത് ഇങ്ങനെ വള്ളറിൽ വേണമെങ്കിൽ അങ്ങനെ, ഞൊറിഞ്ഞ് വേണമെങ്കിൽ അങ്ങനെ, അങ്ങനെ ഉടുത്ത് വരുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ഭംഗി അറിയുക. നല്ലൊരു സാരി. ഈ ഫാബ്രിക് തന്നെ ഒരു ഡിഫറെൻ്റ് ആണ്, നമ്മളെപ്പോഴും കാണുന്ന ഒരു ഫാബ്രിക് അല്ല കേട്ടോ. നല്ല ഭംഗിയുള്ള, ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊരു പിരിവിരിപ്പ് പോലെയുള്ള ഒരു മെറ്റീരിയലില്ലേ, നല്ല രസമായിട്ടത് കിടക്കും. ഞൊറിഞ്ഞെടുക്കുമ്പോഴും നല്ല ഭംഗിയാട്ടോ. ആ ഒരു പ്ലീറ്റ്സിൻ്റെ ആ ഒരു ഫോള് കാണിക്കാൻ വേണ്ടി, അത് ഓരോ കളറിൽ കാണുമ്പോഴും നല്ല ഭംഗിയാണ്. കണ്ടോ, നല്ല രസമായിട്ടാണ് കിടക്കുന്നത്. നല്ലൊരു ഗ്രീനാണ്. എല്ലാ സാരിയും നമുക്ക് വീഡിയോയിൽ കാണുന്നേക്കാളും ഇത്രയും കൂടെ ഭംഗിയാണ് ആ ഒരു നേരിട്ട് കാണുമ്പോൾ. കണ്ടോ, ആ ഒരു ക്രോഷ്യയും ആ ഒരു മിറർ വർക്കും ഒക്കെ സൂപ്പർബായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ വരും കേട്ടോ. നമ്പർ 3. ഇനി ഇതിൻ്റെ ബ്ലൗസ് സെയിം ഫാബ്രിക്കിൽ ഇങ്ങനെ വരും. ഇതിൻ്റെ വിത്ത് ബ്ലൗസ് ആണെങ്കിലും നല്ലതായിരിക്കും. ഇതിൻ്റെ കൂടെ ഡിസൈനർ വെയർ ബ്ലൗസിൻ്റെ കൂടെയാണെങ്കിലും നമുക്കിത് വെയർ ചെയ്യാം, സ്റ്റൈൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ബ്യൂട്ടിഫുൾ സാരി. റേറ്റ് 1950. അടുത്തത് സാരി നമ്പർ 4 ആണ്. ഇതൊരു ബ്രിക്ക് ഷെയ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ബേൺട്ട് ഓറഞ്ച് അങ്ങനത്തെ ഒരു കളറാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഇപ്പോഴത്തെ ഒരു ഹിറ്റ് കളറും കൂടിയാണ്. ഭയങ്കര ഇന്നായി നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രൂപ്പൊക്കെ ആയിട്ട് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കണ്ടോ, ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ആ ഒരു ക്രോഷ്യ വർക്കും ഈ ഒരു സെറി ബോർഡറും പിന്നെ മിറർ വർക്കൊക്കെ വരുമ്പോൾ നല്ലൊരു എലഗൻ ലുക്കാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ വിത്ത് ബ്ലൗസുമായിട്ട് സ്റ്റൈൽ ചെയ്യുമ്പോഴും നല്ലതായിരിക്കും കേട്ടോ. ഇത് പിന്നെ വണ്ണുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ഒരുപോലെ സ്യൂട്ടാവുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടെൻഷൻ വേണ്ട. ഇതും നമുക്ക് ഞൊറിഞ്ഞ് നോക്കാം കേട്ടോ. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നല്ല ഭംഗി, നമുക്ക് പെട്ടെന്ന് ഉടുക്കാനും പറ്റും. ഇതിന് ഡെയിലി നമുക്കൊരു 100 എൻക്വയറി ഈ സാരീസ് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ദാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കണ്ടോ, നല്ല ഭംഗിയാണേ. ഇതേപോലെയാണ് കേട്ടോ ഞൊറിഞ്ഞ് കൊടുത്ത് നമ്മളത് ഫ്രണ്ട് ഫ്ലീറ്റ് തട്ടി തട്ടി നടക്കുമ്പോൾ ഉള്ള ഒരു ഭംഗി ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കിയാൽ മതി. ആ ഒരു മിറർ വർക്കും ചെറുതായിട്ടുള്ള ഒരു ഗ്ലിറ്ററിങ്ങും ക്രോഷ്യം ഒക്കെ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ. റേറ്റ് വരുന്നത് 1950, 1950. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. അടുത്തത് സാരി നമ്പർ 5 ആണ്. ഒരു രക്ഷയില്ല, ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കണ്ടോ. ഇതൊക്കെ വെയർ ചെയ്ത് കാണിച്ചാലേ ഇതിൻ്റെ കറക്റ്റ് ഭംഗി അറിയുള്ളൂ കേട്ടോ. ഇതേപോലെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്കിലാണ് വരുന്നത്. അതിൽ ആ ഒരു മിറർ വർക്കും ക്രോഷ്യൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കണ്ടോ, നല്ല ഭംഗിയാണേ. മുഖത്തേക്കും നല്ല ഭംഗിയാവും. ബ്ലാക്ക് എല്ലാവർക്കും ചേർന്ന് പോകുന്ന ഒരു കളറാണ്. ഇപ്പോൾ ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ബ്ലാക്ക് പ്രിഫർ ചെയ്യുന്നുണ്ട്. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാണ് പല്ലു ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ കേട്ടോ. ഇതേപോലെ ക്രോഷ്യം വരുന്നുണ്ട്. നല്ല രസമായിരിക്കും. ആ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനും ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് ഓർണമെൻറ്റും ഇടുക, അടിപൊളിയായിരിക്കും. ഒരു രക്ഷയുണ്ടാവില്ല. നമ്മൾ തന്നെയായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക്.
ബ്ലാക്ക് അത് ഏതിൽ വന്നാലും സൂപ്പർബാണ്. ഇതിൽ വരുമ്പോൾ പ്രത്യേകിച്ച് പറയില്ല. ഇതിൽ ഏത് കളർ എടുക്കുകയാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഇതിലൊന്നും മാറ്റാനില്ല. അന്ന് ഞാൻ കൊണ്ടുവന്നതിൽ എല്ലാ കളറും പർച്ചേസ് ചെയ്തിട്ടുള്ളവരുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാ കളറിനും ഓർഡർ തന്നിട്ടുള്ളവരും ഉണ്ട്. പക്ഷേ നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്തിട്ടില്ല. ഇതിൻ്റെ അവൈലബിലിറ്റി നമുക്ക് അറിയാത്തതുകൊണ്ട് എന്നാ വരിക എന്നറിയാത്തതുകൊണ്ട്. അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് എനിക്കറിയാം. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ കേട്ടോ. അടുത്തത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ഇതൊരു കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഇതൊരു പർപ്പിൾ പിങ്ക്, മജന്ത പിങ്ക് എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് കേട്ടോ. ഇതിൻ്റെ കളറും നമുക്ക് വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും പല കളറും ഡിഫറെൻ്റ് ആയിരിക്കും. അത് അങ്ങനെയാണ്. ഇപ്പോഴും നമ്മൾ നേക്കഡ് ആയതുകൊണ്ട് കാണുന്ന പോലെ ആയിരിക്കില്ല. നമ്മൾ വീഡിയോസിൽ കൂടെ ഫോട്ടോ കൂടെയൊക്കെ കാണുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അതാരുടെയും പ്രോബ്ലം അല്ല. കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതേപോലെ വരുന്നത്. പിന്നെ ഓരോരുത്തരുടെ മൊബൈലിൻ്റെ ഒരു ക്ലാരിറ്റിയും ബ്രൈറ്റ്നസ്സും ക്വാളിറ്റിയും ഒക്കെ അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. ഇതേപോലെ പല്ലു ഇങ്ങനെ വരിക കണ്ടോ. ഇതിൽ ഏത് കളർ എടുത്താലും ഇത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. കണ്ടോ വള്ളയിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞൊറിഞ്ഞിട്ടാൽ സൂപ്പർബാണ്. ആ ഒരു ക്രോഷ്യോ മിറർ വർക്ക് അടിപൊളിയാണ് കേട്ടോ. ഇതിലിപ്പോൾ ഏത് കളർ എടുക്കുക എന്നുള്ളത് എന്തായാലും കൺഫ്യൂഷനല്ലേ. പക്ഷെ അധികം കൺഫ്യൂഷൻ അടിച്ചിരിക്കരുത്. പെട്ടെന്ന് സെലക്ട് ചെയ്തോളൂ. കാരണം ഇത് വേഗം നമ്മൾ അത്യാവശ്യം പീസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും എൻക്വയറി അനുസരിച്ച് നമുക്ക് മനസ്സിലാവും അതെന്തായാലും നമുക്ക് തികയാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക. അവൈലബിലിറ്റി അറിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക. ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്താലേ ബുക്കിംഗ് പോസിബിൾ ആവുള്ളൂ. കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഇങ്ങനെയുണ്ട് കണ്ടോ. പല്ലുവൊക്കെ നല്ല നീളമുള്ള പല്ലുവാണ് കേട്ടോ. നമ്മൾ ഈ ക്രോഷ്യ ഇവിടെ വരുന്ന രീതിക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റേറ്റ് 1950 കേട്ടോ. ബ്ലൗസ് ഇതേപോലെ ബ്ലൗസ് കേട്ടോ. ഇനി അടുത്ത സാരി അത് നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് ഷെയ്ഡിലാണ് കേട്ടോ. നല്ല സൂപ്പർ ഹിറ്റ് കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. കണ്ടോ നമ്പർ 7 ആണ് കേട്ടോ. കണ്ടോ ഈ ഒരു കളറിലും അത് നല്ല ഭംഗിയില്ല മിറർ വർക്കും ക്രോഷ്യ വർക്കും ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. പല്ലു ഇതാ ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ട്. ബ്ലൗസ് ആ ഒരു സെയിം കളറിൽ തന്നെയാണ്. സ്റ്റൈൽ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. കുറേ പേര് ഇതൊക്കെ കൊടുത്തിട്ട് നമ്മുടെ പർച്ചേസ് ചെയ്യുന്ന സാരിയൊക്കെ കൊടുത്തിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ അയക്കാറുണ്ട്. നല്ല ഭംഗിയാട്ടോ. അപ്പം നമ്മുടെ നൈനികയുടെ സാരി നിങ്ങൾ ഓരോരുത്തരും എടുക്കുമ്പോൾ ഇത്രയും കൂടെ ഭംഗി കൂടുതലുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സ്റ്റൈൽ ചെയ്ത് വെയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഓരോ സെയിം സാരി തന്നെ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് അത് കൊടുത്തിട്ടുള്ള ഫോട്ടോ സെൻഡ് ചെയ്യുമ്പോൾ സെയിം ഒരു ഇമ്പാക്റ്റ് അല്ല, ഡിഫറെൻറ്റ്. അതൊരു സ്റ്റൈൽ ചെയ്യുന്നതിനനുസരിച്ച് ആണ് സാരിയുടെ പ്രത്യേകത ഇരിക്കുന്നത് കേട്ടോ. ഇതേപോലെ നല്ലൊരു വയലറ്റ് ഇങ്ങനെ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഇത് വെയർ ചെയ്ത് വരുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. റേറ്റ് വരുന്നത് 1950. അടുത്തത് സാരി നമ്പർ 8 നല്ലൊരു ഗ്രീൻ. ഈ ഒരു വാഴക്കൊമ്പിൻ്റെ ഒക്കെ എന്താ പറയാന്നറിയില്ല എനിക്ക്. ഈ ഒരു ഗ്രീനിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു ഗ്രീൻ ആട്ടോ. ഇതിൽ എല്ലാ കളറും ഒന്നിനൊന്നിന് ഭംഗിയാണ് കണ്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതിന് റീസ്റ്റോക്ക് ചെയ്യാൻ ടൈമൊക്കെ എടുക്കും. കാരണം
ഇനി വരുമോ എന്നറിയില്ല. വന്നാൽ തന്നെ ഈ ആ ക്രോഷ്യയും മിറർ വർക്കും ഒക്കെ ചെയ്ത് വരുമ്പോൾ ടൈം എടുക്കുന്നതാണ്. അപ്പോൾ കുറേ പേര് ക്രിസ്മസിന് വരുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. ആ ടൈമിൽ ഇത് വരുമോ എന്നറിയില്ല. ക്രിസ്മസൊക്കെ ആവാറായല്ലോ. അപ്പോൾ വേണമെന്നുള്ളവർ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്ത് നിങ്ങൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി വെച്ചോളൂ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പള്ളിയിൽ പോകാനോ ഫങ്ഷൻസിനോ റിസപ്ഷനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതിലെല്ലാ കളറും ഈക്വൽ പീസായിട്ടല്ല വന്നിട്ടുള്ളത്. ചിലത് കുറച്ചധികം പീസ് ഉണ്ട്, ചിലത് വളരെ കുറച്ച് പീസുള്ളൂ, ചിലത് 1-2 പീസായിട്ട് വന്നിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ എല്ലാ കളറും ഈക്വൽ ആയിട്ടല്ല നമ്പേഴ്സ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അഥവാ നിങ്ങൾ ഇതിൽ ഉദ്ദേശിച്ച കളർ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേണമെങ്കിൽ ഉടനെ തന്നെ എൻക്വയറി ചെയ്ത് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അതിലേതെങ്കിലും ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. നമ്പർ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് വേഗം അവൈലബിലിറ്റി പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.